സീറ്റ് വിഭജനത്തെ ചൊല്ലി UDF-ൽ കലാപം. ചെങ്കോട്ടയെ വിറപ്പിച്ച സ്ഫോടനത്തിൽ കണ്ണുകൾ നീളുന്നത് പാകിസ്ഥാനിലേക്ക്. ഈ ദിവസത്തെ പ്രധാന വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10-ലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി UDF-ൽ കലാപം. ഇടുക്കിയിലും പത്തനംതിട്ടയിലുമാണ് പ്രതിസന്ധി രൂക്ഷമായത്. ഇടുക്കിയിൽ PJ ജോസഫ് വിഭാഗത്തിന് അമിത പരിഗണന നൽകുകയും മുസ്ലിം ലീഗിനെ അവഗണിക്കുകയും ചെയ്യുന്നുവെന്ന പരാതിയാണ് കോൺഗ്രസും ലീഗും തമ്മിലുള്ള പിണക്കത്തിന് കാരണം. പത്തനംതിട്ടയിലും തർക്കം രൂക്ഷമാണ്. ജില്ലാ പഞ്ചായത്തിൽ അധിക സീറ്റ് വേണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണം. ചെങ്കോട്ടയെ വിറപ്പിച്ച സ്ഫോടനത്തിൽ കണ്ണുകൾ നീളുന്നത് പാകിസ്ഥാനിലേക്ക്. ഫരീദാബാദ് സർവകലാശാലയിലെ 2 വിദ്യാർത്ഥികൾ കൂടി ഇന്നലെ പിടിയിലായി. അതിനിടെ ചെങ്കോട്ട സ്ഫോടനത്തിൽ പുതിയ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്ഫോടനത്തിന് മുൻപ് ഉമർ നബി വെള്ള I-20 കാറുമായി കൊണാട് പ്ലേസിൽ എത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഹരിയാന കേന്ദ്രീകരിച്ച് 4ാമത്തെ കാറിനായി തിരച്ചിൽ തുടർന്നു വരികയാണ്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുന്നതിനിടെ എരമല്ലൂർ തെക്കുഭാഗത്ത് ഗാർഡറുകൾ തകർന്നു വീണ് അപകടം. ഗാർഡറിനടിയിൽ കുടുങ്ങിയ പിക്കപ്പ് വാൻ ഡ്രൈവറായ ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷ് മരിച്ചു. പുലർച്ചെ 2:30ഓടെയായിരുന്നു അപകടം. ഡ്രൈവറുടെ ഭാഗത്തേക്ക് ഗാർഡറുകൾ തകർന്നു വീണതാണ് അപകടത്തിന്റെ തീവ്രത കൂട്ടിയത്. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതാണ് ഉചിതമെന്ന നിർദ്ദേശവുമായി ഹൈക്കോടതി. SIR വിഷയത്തിലുള്ള സമാനമായ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഹൈക്കോടതി നാളെ ഉത്തരവ് പുറത്തിറക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വെള്ളിയാഴ്ച മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. രാവിലെ 11-നും വൈകിട്ട് 3-നും ഇടയിലാണ് പത്രിക സമർപ്പിക്കേണ്ടത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 21. സമുദായ നേതാക്കളുടെ പ്രീതിക്കായി കൊല്ലൂർ വിള വിറ്റുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പോസ്റ്റർ. ബിന്ദു കൃഷ്ണ BJP ഏജന്റ് ആണോ എന്ന് പോസ്റ്ററിൽ ചോദിക്കുന്നു. നരേന്ദ്രമോദിയുടെയും ബിന്ദു കൃഷ്ണയുടെയും ചിത്രങ്ങൾക്കൊപ്പം താമര ചിഹ്നവും ഉൾപ്പെടുത്തിയാണ് പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. 43 ദിവസത്തെ ഷട്ട്ഡൌണിന് ശേഷം US പ്രവർത്തനം തുടങ്ങി. സർക്കാരിന്റെ ഫണ്ടിംഗ് ബില്ലിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ സമയം ബുധനാഴ്ച രാത്രി ഒപ്പുവെച്ചു. ഇതോടുകൂടി ട്രംപിന്റെ ഭരണത്തിൽ കണ്ട 2ാമത്തെ സർക്കാർ ഷട്ട്ഡൌണിനാണ് അവസാനമായത്. ഗുജറാത്തിൽ ഗോവധ കേസിൽ 3 പേർക്ക് ജീവപര്യന്തം തടവും 18 ലക്ഷം രൂപ പിഴയും. കാസിം ഹാജി സോളങ്കി, സത്താർ ഇസ്മായിൽ സോളങ്കി, അക്രം ഹാജി സോളങ്കി എന്നിവർക്കാണ് സെഷൻസ് കോടതി ജഡ്ജി റിസ്വാന ബുക്കാരി ശിക്ഷ വിധിച്ചത്. ഗുജറാത്തിൽ ഇതാദ്യമായാണ് ഗോവധ കേസിൽ ജീവപര്യന്തം വിധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചാഞ്ചാടി നിന്നിരുന്ന സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ വർധന രേഖപ്പെടുത്തി. ഇന്ന് 1 പവന് 1280 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 93,720 രൂപയായി. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ റോഹ്താസ് ജില്ലാ ഭരണകൂടം ഉദ്യോഗസ്ഥർ രഹസ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഒരു വോട്ടൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയതായി ആരോപണം. തക്കിയ മാർക്കറ്റ് കമ്മിറ്റി പരിസരത്ത് സസാറാം നിയമസഭാ മണ്ഡലത്തിലെ വജ്രഗൃഹ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്കാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കൂട്ടമായി എത്തിച്ചത്. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.